പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം തിരുവചനത്തിൻ്റെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ദൈവവചനം കേട്ടുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 11 തിരുവചനങ്ങൾ 28 മുതൽ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, വളരെ ശക്തമായ രീതിയിൽ ദൈവം നമുക്ക് സമാശ്വാസത്തിൻ്റെ വചനം പ്രദാനം ചെയ്യുകയാണ്. ഈശോ ഉറപ്പായി നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ കണ്ണുനീരിൻ്റെ മേഖലകളിൽ, ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നമ്മളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. പ്രത്യാശയോടെ ആ ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ സങ്കടങ്ങൾ വളരെ വലുതാകാം, നമ്മുടെ വേദനകൾ, മുറിവുകൾ ആഴമുള്ളതായിരിക്കാം. പക്ഷേ നിന്റെ ദൈവത്തിന് സൗഖ്യം നൽകുവാൻ, ആശ്വാസം നൽകുവാൻ കഴിയും. ലോകത്തിൽ ആർക്കും നൽകാത്ത ആശ്വാസം, ലോകത്തിൽ ആർക്കും നൽകുവാൻ കഴിയാത്ത സാന്ത്വനം നിന്റെ ദൈവത്തിന് നൽകുവാൻ വേണ്ടിയിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിലേക്ക് ഇറങ്ങി നിന്നെ സുഖപ്പെടുത്തുവാൻ നിന്റെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. മറ്റൊരു ശാസ്ത്രത്തിനും മനഃശാസ്ത്രത്തിനും മറ്റൊരു പ്രക്രിയയ്ക്കും മറ്റൊരു രോഗ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ടെക്നിക്കുകൾക്കും നിനക്ക് സൗഖ്യം നൽകുവാൻ കഴിയുകയില്ല. നിന്റെ മാനസികമോ ശാരീരികമോ ആത്മീയവുമോ വൈകാരികമോ ബൗദ്ധികമായ മേഖലകളിൽ അതിൻ്റെ ഇന്നലകളിൽ ഇറങ്ങുവാൻ കഴിവുള്ള ദൈവം ഈ ദൈവം മാത്രമാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം പറയുകയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന് സമയത്തിൻ്റെ പ്രതിസന്ധിയില്ല. നമുക്കാണ് ഇന്നലകളുള്ളത്, നമ്മുടെ ദൈവത്തിന് ഇന്നലകളില്ല. നമ്മുടെ ദൈവത്തിനെല്ലാം ഇന്നാണ്, നമ്മുടെ ദൈവത്തിനെല്ലാം പ്രസൻ്റാണ്. നമ്മുടെ ദൈവത്തിന് ഇന്നലകളിലേക്ക്, നിന്റെ ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്ക് ഇറങ്ങുന്നതിന് പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല. നിന്റെ ദൈവത്തിന് ഇന്നലകളിലെ നിന്റെ മുറിവുകളിൽ സൗഖ്യം പകരുന്നതിന് വളരെ എളുപ്പമാണ് എന്ന് നീ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്ന് നമ്മുടെ ഓർമ്മകളിലെ വേദനകളാണ്. ഇന്നലകളിലെ ഓർമ്മകളിലെ വേദനകൾ നമ്മളെ വേട്ടയാടുകയാണ്, നമ്മളെ നൊമ്പരപ്പെടുത്തുകയാണ്. എത്രമാത്രം ദുരിതങ്ങളുടെ ഓർമ്മകളുമായിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണുനീരിൻ്റെ ഓർമ്മകൾ, കയ്പ് നിറഞ്ഞ ഓർമ്മകൾ, ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ട അനുഭവങ്ങൾ, ജീവിതത്തിൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തപ്പെട്ട മേഖലകൾ, ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന, ഒറ്റയ്ക്ക് നിന്ന് എല്ലാം നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾ, എത്രയോ കണ്ണുനീരിൽ കുതിർന്ന അനുഭവങ്ങൾ, അതൊക്കെ നിരാശയിലേക്ക് നിന്നെ തള്ളിവിടുന്നുണ്ടോ? എന്നാൽ നിരാശപ്പെടരുത്. നിന്നോട് കൂടെ ഒരു ദൈവമുണ്ട്, നിന്നോട് കൂടെ സാന്ത്വനമേകുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഇന്നലകളിൽ ഇറങ്ങാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ നാളുകൾ കാണുന്ന ഒരു ദൈവമുണ്ട്, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവസ്നേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനം അതുകൊണ്ട് പറയും, നിന്റെ ഇന്നലകളിൽ നിനക്ക് സങ്കടങ്ങളും സഹനങ്ങളും വന്ന കാര്യങ്ങൾ ഓർത്ത് നീ വിഷമിക്കേണ്ട. നിന്റെ ജീവിതത്തിൽ എത്ര പ്രതികൂലമായ സാഹചര്യമായിരുന്നോ, എത്ര ദാരുണമായ സംഭവമായിരുന്നോ, അതൊക്കെ നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയും. നിന്റെ ദൈവത്തിന് മാത്രമേ നിന്നെ അത്തരത്തിൽ സ്നേഹിക്കാനും സുഖപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങൾക്ക് നൽകിയ ഒരു പ്രബോധനമുണ്ട്. അതിൻ്റെ പേര് ക്രിസ്തു ജീവിക്കുന്നു എന്നാണ്. ക്രിസ്തുസ് വിവിത്ത്, ക്രൈസ്റ്റ് ഈസ് അലൈവ് എന്ന് പറഞ്ഞുകൊണ്ട്, ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രബോധനം നൽകിയപ്പോൾ അതിൻ്റെ താളുകളിൽ ഓരോന്നായി നമ്മുടെ യുവജന ലോകം നേരിടുന്ന പ്രതിസന്ധികളെ മാർപ്പാപ്പ വിവരിക്കുന്നുണ്ട്.
മാർപ്പാപ്പ പറയുകയാണ്, യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ദുഃഖം അനുഭവിക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവരവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള വേദന അവർക്കുണ്ട്. അവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, ജീവിതത്തിൻ്റെ പരിചയക്കുറവ് കൊണ്ട് കെണികളിൽപ്പെട്ട അനുഭവങ്ങൾ അവർക്കുണ്ട്. എത്ര വിശദമായി ഫ്രാൻസിസ് മാർപ്പാപ്പ അത് വിവരിക്കുന്നുവെന്ന് ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ആ പ്രബോധനത്തിൽ, ആ പോസ്റ്റ് അപ്പസ്റ്റോലിക് എക്സോട്ടേഷനിൽ, സിനഡാനന്തര ആഹ്വാനത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ യുവജനങ്ങൾ പലരും മുറിവേറ്റവരാണ്. നമ്മുടെ യുവജനങ്ങൾ പലരും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടവരാണ്. നമ്മുടെ യുവജനങ്ങൾ പലരും പഠന മേഖലകളിൽ തകർന്നു പോയവരാണ്. നമ്മുടെ യുവജനങ്ങളിൽ പലരും കണ്ണുനീരിൻ്റെ അനുഭവമുള്ളവരാണ്. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റികളിൽ പങ്കെടുക്കേണ്ടി വന്നവരാണ്. ജീവിതത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ടു പോയവരാണ്. ഇങ്ങനെയൊക്കെ മലീമസമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വന്നവരാണവർ. പക്ഷേ അവരെ ആശ്വസിപ്പിക്കണം നമ്മൾ. യുവജനങ്ങളുടെ വലിയ ഈ ദുരന്തപൂരിതമായ അവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കണം നമ്മൾ. എല്ലാവരും യുവജനങ്ങളെ ആനിമേറ്റ് ചെയ്യുന്ന, യുവജനങ്ങളെ നയിക്കുന്ന എല്ലാവരോടുമായി പരിശുദ്ധ പിതാവ് പറയുകയാണ്, നമ്മുടെ യുവജനങ്ങളെ നമ്മൾ ആശ്വസിപ്പിക്കണം. എന്നിട്ട് മാർപ്പാപ്പ അവിടെ എടുത്തു വച്ച ഒരു വചനം യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 40-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനമാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ എന്ന് പറയുകയാണ്. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറൂസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി ഒരു ശിക്ഷയുമില്ല, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. എല്ലാം ഇനി നന്മയാക്കി മാറ്റുകയാണ്. നിന്റെ ജീവിതത്തിൽ വന്ന പാളിച്ചകൾ, നിന്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ബലഹീനമായ സാഹചര്യങ്ങളിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ, ബലഹീനതകളിൽ പെട്ടുപോയ അവസരങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുവാൻ നിന്റെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുകയാണ്. പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട്, പാവിനിയായവളോട് ഈശോ പറഞ്ഞ അതേ വാക്കുകളാണ് ഇവിടെ നമ്മൾ വചനത്തിൽ വായിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ ഇനിമേൽ പാപം ചെയ്യരുത്, നീ സമാധാനത്തോടു കൂടി പോവുക. ആശ്വാസത്തിൻ്റെ വചനം, സമാശ്വാസത്തിൻ്റെ വചനം നമ്മളെല്ലാവർക്കും കൊടുക്കണം എന്ന് ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആശ്വാസത്തിൻ്റെ ദൈവമാണ് നിൻ്റെ ദൈവം, സമാശ്വാസത്തിൻ്റെ ദൈവമാണ് നിൻ്റെ ദൈവം. നിൻ്റെ വീഴ്ചകളിൽ, കുറവുകളിൽ നിന്നോട് സഹതപിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് കൂടെ ആയിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശയെ വിളിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം, ആ പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ മോശയെ വിളിക്കുന്ന ദൈവമായ കർത്താവ് അവനോട് പറയുകയാണ്. 7 മുതലുള്ള തിരുവചനങ്ങൾ. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. 7-ാമത്തെ വചനം വളരെ ശക്തമായ വചനമാണ്. നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ അലച്ചിലുകൾ എണ്ണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ കുപ്പികളിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തന പുസ്തകം 56-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം, നിന്റെ അലച്ചിലുകൾ എണ്ണുന്ന ദൈവമുണ്ട്, നിന്റെ കണ്ണുനീര് കണക്കാക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിലമതിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ബഹുമാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ സഹനങ്ങളിൽ നിന്നെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ മോശയോട് ദൈവമായ കർത്താവ് പറയുകയാണ്, എൻ്റെ ജനം അവർ കരയുന്നത് ഞാൻ കേൾക്കുന്നു, അവരുടെ രോദനം ഞാൻ കേൾക്കുന്നുണ്ട്, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നുണ്ട്, അവരെ ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര ആശ്വാസകരമായ ഒരു കാര്യമാണ് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം. എൻ്റെ കണ്ണുനീരാൻ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വലിയ സാന്ത്വനത്തിൻ്റെ ഒരു ചിന്ത ഇന്ന് ഹൃദയത്തിൽ ആഴത്തിൽ അരക്കിട്ടുറപ്പിക്കേണ്ടതാണ്. പ്രത്യാശാരഹിതമായ ജീവിത സാഹചര്യങ്ങൾ ഉഴറി പോകുന്ന, ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ കൈവിട്ടു പോകുന്ന,
നമ്മളെ തന്നെ പിടിച്ചാൽ കിട്ടാൻ പറ്റാത്ത വിധത്തിൽ ചിതറിപ്പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ വചനം ഹൃദയത്തിലേക്ക് വീണ്ടും ആവർത്തിച്ച് സ്വീകരിക്കണം. വചനം പറയുന്നു, നിന്റെ യാതനകൾ ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, 9-ാമത്തെ തിരുവചനം പുറപ്പാട് പുസ്തകം 3:9, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, ശത്രു എത്ര പ്രബലനാണെങ്കിലും, ശത്രു എത്ര വലിയവനാണെങ്കിലും നിന്റെ രോദനം നിന്റെ ദൈവം കേൾക്കും. ആ ദൈവത്തിന് നിന്റെ രോദനത്തിന് മറുപടി നൽകുവാനുള്ള കരുത്തുണ്ട് എന്ന് നീ തിരിച്ചറിയും. നിന്റെ ജീവിതത്തിൽ നീ ഇത് കാണും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ ദർശിക്കും. നിന്നെ കൈവിട്ട് കളയുന്ന ഒരു ദൈവമല്ല, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. അത് നിന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണെങ്കിലും ദൈവം ഇടപെടുമെന്നുള്ള വിശ്വാസം നിനക്കുണ്ടാവണം. കണ്ണുനീരോടുകൂടി നീ ജീവിക്കുന്ന മേഖലകളിൽ നിന്റെ ദൈവം ആ രോദനം കേൾക്കുന്നുണ്ട്. സൂസന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു യുവതി, അവളുടെ ജീവിതത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണയുടെ സങ്കടം പേറേണ്ടി വന്നു. അവളെ 2 ന്യായാധിപന്മാർ തെറ്റുകാരിയായി ചിത്രീകരിച്ചു. കൊലക്കളത്തിലേക്ക് നിയമം വെച്ച് നീട്ടിയ അവൾ അർഹിക്കുന്ന ശിക്ഷയിലേക്ക് അവൾ നയിക്കപ്പെടുകയാണ്. കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ സൂസന്ന എന്ന് പറയുന്ന ആ പെൺകുട്ടി കരയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവളുടെ കരച്ചിൽ സ്വർഗം കാണുന്നു. അവളുടെ കണ്ണുനീര് സ്വർഗം കാണുന്നു. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. ദാനിയേലിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 44-ാമത്തെ തിരുവചനം, കർത്താവ് അവളുടെ നിലവിളി കേട്ടു. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. പ്രിയമുള്ളവരെ, പരിഹാരം നിന്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. പ്രശ്നങ്ങളെക്കാൾ വലിയ പരിഹാരം നിന്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. നിന്റെ കർത്താവിന്റെ കരബലത്തെ നീ വിശ്വസിക്കുക. രക്ഷിക്കാൻ കഴിയാത്ത വിധം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാൻ കഴിയാത്ത വിധം അവന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന യെശയ്യാ പ്രവചനം 59:1 വചനങ്ങൾ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ സാധിക്കട്ടെ. ആ രോദനം കേൾക്കുന്ന ദൈവം നിനക്കൊരു ഉത്തരമരുളും. നിന്റെ ജീവിതത്തിൽ ഇടപെടും. സാഹചര്യങ്ങളിൽ ദൈവം നിനക്കായി വഴിയൊരുക്കും. അത് നിന്റെ ജീവിതത്തിൻ്റെ എത്ര അപമാനകരമായ, മറ്റുള്ളവരാൽ നീ തെറ്റിദ്ധരിക്കപ്പെട്ട സാഹചര്യങ്ങളാണെങ്കിലും ശരി, നിന്നെ അപമാനത്തിൽ നിന്നും അഭിമാനത്തിലേക്ക് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശിരസ്സുയരാൻ, നിന്നെ താന്നുപോയ ശിരസിനെ നീ എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ ഉയർത്തുവാൻ നിന്റെ കൂടെ വരുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. കാരണം നിന്റെ ദൈവം, ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവം നിന്റെ കരം പിടിച്ചിരിക്കുന്നു. നിന്നെ തകർക്കുവാൻ, നിന്നെ നശിപ്പിച്ച് കളയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് നീ വിശ്വസിക്കണം. നീ ആശ്രയിക്കണം. ആ ദൈവത്തിൽ ആശ്രയിച്ച് നീ മുൻപോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, നിന്റെ സാമ്പത്തിക തകർച്ചകളുടെ മേഖലകളിലും ദൈവം ഇടപെടുമെന്ന് നീ തിരിച്ചറിയുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങൾ. യെശയ്യാ പ്രവചനം 45-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങൾ സാമ്പത്തിക മേഖലകളിലെ തകർച്ചകളിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പ് തരികയാണ്. യെശയ്യാ പ്രവചനം 45:2-3. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. പ്രിയമുള്ളവരെ, ഞാൻ നിനക്ക് മുമ്പേ പോകും. നിന്റെ പ്രതികൂലങ്ങൾ മാറ്റും. നിന്റെ പ്രതിസന്ധികൾ മാറ്റും. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. ഇരുമ്പോടാമ്പലുകൾ തകർക്കപ്പെടും. പിത്തളവാതിലുകൾ തകർക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ നിങ്ങളുടെ കണ്ണുകൾ കാണും. അത്തരത്തിലുള്ള ഒരു വിശ്വാസമാണ് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൽ നമുക്കുണ്ടാവേണ്ടത്. അന്ധകാരത്തിലെ നിധിയും രഹസ്യമായ ധനശേഖരവും നിനക്ക് തരാൻ ആഗ്രഹിക്കുന്ന, നിന്നെ സമ്പത്ത് കൊണ്ട് അഭിമാനിതനാക്കാൻ ആഗ്രഹിക്കുന്ന, നിന്നെ സമ്പത്തിൽ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന, നിനക്ക് എല്ലാ നന്മകളും വാരിക്കോരി തരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം വാരി വിതറുന്ന അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാനുള്ള വിശ്വാസം നിനക്കുണ്ടാവുക. നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഇന്ന് ഏത് മേഖലയിലാണോ കണ്ണീര് അനുഭവിക്കുന്നത്, നീ ഏത് സാമ്പത്തിക ബാധ്യതയെ ഓർത്താണോ കണ്ണീര് കുടിക്കുന്നത്, ഇന്ന് ഏത് കടബാധ്യതയെ ഓർത്താണോ നീ ഭാരപ്പെടുന്നത്, ഇന്ന് ഏത് ജപ്തിയെ ഓർത്താണോ നീ വിഷമിക്കുന്നത്,
നിന്റെ മക്കളുടെ പഠന മേഖലകളിൽ അനുഭവിക്കുന്ന ഏത് ദുരിതമോർത്താണോ നീ സങ്കടപ്പെടുന്നത്, ആ മേഖലയിൽ പുതിയ വാതായനങ്ങൾ തുറക്കാൻ, വാതിൽ ഒന്ന് അടയുമ്പോൾ 1000 വാതിലുകൾ തുറക്കുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. നിന്റെ ദൈവം ശക്തനായ ദൈവം, നിന്റെ സാമ്പത്തികമായ തകർച്ചയുടെ മേഖലകളിൽ സമാശ്വസിപ്പിക്കുന്ന ദൈവം, നിന്റെ കടബാധ്യതയുടെ കടലിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്ന ദൈവം നിനക്കുണ്ട് എന്ന് നീ വിശ്വസിക്കണം. ആത്മീയ ജീവിതത്തിൻ്റെ മേഖലകളിലും പ്രിയമുള്ളവരെ, തകർച്ചയിൽ നിന്ന് നമ്മെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ജെറമിയായുടെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ഐശ്വര്യം പുനഃസ്ഥാപിച്ച് ഒരുമിച്ച് കൂട്ടും. ചിതറിയ ജീവിതമാണ് നമ്മുടേത്. പാപത്തിൻ്റെ കല്ലിൽ വീണ് ചിതറിപ്പോയ ഒരു ജീവിതം, തടുത്തുകൂട്ടി എടുക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയ ജീവിതമാണോ നിൻ്റേത്? നീ ഇന്ന് അനുഭവിക്കുന്ന മാനസിക വ്യഥ, ആത്മീയമായ ജീവിതത്തിൻ്റെ മേഖലകളിൽ എങ്ങും എത്താൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടം, പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല എന്ന് തോന്നുന്ന മേഖലകൾ, വചനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ള ചിന്തകൾ, ഒരു ദൈവവചനം പോലും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആത്മീയമായ ബലമില്ല, ബലഹീനതകളിൽ പാപങ്ങളിൽ ഞാൻ വീണ്ടും പെട്ടുപോകുന്നു, വീണുപോകുന്നു എന്ന് പറയുന്ന ആത്മീയ തകർച്ചയുടെ മേഖലയിൽ നിന്റെ ദൈവം നിന്നെ ദൈവമകനാക്കി ഉയർത്താൻ, നിന്നെ ദൈവമകളാക്കി ഉയർത്താൻ ആഗ്രഹിക്കുന്നു. സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനം. ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദിക്കും. ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് സന്തോഷിക്കും. നിന്നെ അവൻ വലിയ അനുഗ്രഹമാക്കി മാറ്റാൻ പോകുന്നു. നിന്റെ ഐശ്വര്യം അവിടുന്ന് പുനഃസ്ഥാപിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. എനിക്ക് എൻ്റെ ദൈവമകൻ എന്ന സ്ഥാനത്ത് ആത്മീയമായ മേഖലയിൽ പ്രത്യേകിച്ച് ഐശ്വര്യം പുനഃസ്ഥാപിക്കുവാൻ ദൈവം കൃപ തരുന്നു. സ്വർഗരാജ്യവും അതിന് നീതിയും അന്വേഷിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള അനുഗ്രഹങ്ങളെല്ലാം ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മളാരും നഷ്ടപ്പെട്ടു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പാപി അവൻ്റെ പാപത്തിൽ മരിക്കണമെന്നല്ല, അനുതപിച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അനുതപിക്കുന്ന പാപിയെ ദൈവം സ്വർഗത്തിൽ സന്തോഷത്തോടെ സ്വീകരിക്കും. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം പറയുന്നതാണ്, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. പാപം ചെയ്തു പോയി എന്നുള്ളതല്ല, പാപത്തിൽ നിന്ന് തിരിച്ചു വരാൻ, അനുതപിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ അപകടകരം. അതുകൊണ്ട് നിന്റെ ദൈവം നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കുന്ന ദൈവമാണ്. ജെറമിയായുടെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. പ്രിയമുള്ളവരെ, ഇനിയൊരിക്കലും കാലിടറാതെ, ഇനിയൊരിക്കലും വഴുതി പോകാതെ നിന്റെ ദൈവം നിന്റെ കരം പിടിക്കും. ഇനിയൊരിക്കലും കാലിടറാതെ നിന്നെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇനിയൊരിക്കലും വഴുതി പോകാൻ അനുവദിക്കാത്ത, ഇമവെട്ടാതെ നിന്നെ കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, നിന്നെ വഴി നടത്തുന്ന ദൈവം, നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം പറയുന്നു, ഞാൻ ഉറങ്ങുകയോ മയക്കം തൂങ്ങുകയോ ഇല്ല. എൻ്റെ കണ്ണിമ ചിമ്മാതെ ഞാൻ നിന്നെ കാത്തു പരിപാലിക്കും. ഇത്രയും ആശ്വാസം തരുന്ന, ഇത്രയും സാന്ത്വനം തരുന്ന, ഇത്രയും ബലം തരുന്ന ദൈവം നിന്നോട് പറയുകയാണ്. ജെറമിയായുടെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. നിന്റെ കരച്ചിൽ നിർത്തൂ, നിന്റെ കണ്ണുനീർ തുടയ്ക്കൂ. ഉത്ഥാനം ചെയ്ത ഈശോ മഗ്ദലന മറിയത്തെ കാണുമ്പോൾ ആദ്യമേ അവളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എന്തിനാണ് സ്ത്രീയെ കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? നിന്റെ കരച്ചിൽ നിർത്തൂ. നിന്റെ ആശ്വാസത്തിന് ദൈവം ഇതാ നിന്നോട് കൂടെ. ഞാൻ ജീവിക്കുന്ന ദൈവമല്ലേ? ഞാൻ നിന്റെ കൂടെയില്ലേ? ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമല്ലേ? പിന്നെ നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? നിന്റെ ദൈവത്തെ നീ കണ്ടുമുട്ടുന്ന ഒരു ദിവസമായി ഈ ദിവസം മാറുക.
ആ ദിവസത്തിലേക്ക് നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ വളരുക. ജീവിതത്തിൽ തകർക്കപ്പെട്ട ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ് ഹാഗാർ. ഹാഗാർ തൻ്റെ പുത്രനായ ഇസ്മയിലിനെയും കൊണ്ട് ഓടിപ്പോകുന്ന രംഗം, അബ്രാഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. മരുഭൂമിയിൽ അവസാന തുള്ളി വെള്ളവും ഇല്ലാതാകുമ്പോൾ തൻ്റെ കുഞ്ഞ് മരിക്കുമെന്ന് കാണുമ്പോൾ അവൾ അവിടെ കിടന്ന് കരയുകയാണ്. കരയുമ്പോൾ ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം, അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, എന്നാൽ അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു എന്ന ഗലാത്യ ലേഖനം 4:9 വചനം. എത്ര കൃത്യമാണ് ഈ വചനം. ഇപ്പോൾ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നീ ഏത് പതിതമായ അവസ്ഥയിലാണെങ്കിലും, ഏത് അധപതിച്ചു പോയ ജീവിതാവസ്ഥയിലാണെങ്കിലും, ഏത് തകർച്ചയിലാണെങ്കിലും, ഏത് വലിയ കുരുക്കിലാണെങ്കിലും, എത്ര വലിയ കെണിയിലാണെങ്കിലും, താണുപോകുന്ന ചുഴിയിലാണെങ്കിലും നിന്റെ ദൈവം നിന്നെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസം ഈ ഹാഗാറിന് ലഭിച്ച അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. എന്നെ കാണുന്ന ദൈവത്തെ ഞാനും കാണുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആത്മീയ വഴികളിൽ ഉണ്ടാവണം. എന്നെ ആര് നശിപ്പിക്കാൻ ശ്രമിച്ചാലും ആർക്കും എന്നെ തകർക്കാൻ കഴിയുകയില്ല. എന്നെ ആരൊക്കെ തകർക്കാൻ നോക്കിയാലും, ആരൊക്കെ നശിപ്പിക്കാൻ നോക്കിയാലും ആർക്കും എന്നെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചിരിക്കുന്നു. എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ആരെയും ഭയമില്ല. എത്ര വലിയ ജീവിത പ്രതിസന്ധിയാണെങ്കിലും എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ദൈവം സർവശക്തനാണ്. ഇസ്രായേലിൻ്റെ ദൈവം എന്നെ വഴി നടത്തുന്ന ദൈവമാണ്. സങ്കീർത്തന പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ ഇടയനായ ദൈവത്തെക്കുറിച്ചുള്ള ശക്തമായ പ്രബോധനമാണ് സങ്കീർത്തകൻ നൽകുക. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. പ്രിയമുള്ളവരെ, സങ്കീർത്തന പുസ്തകത്തിൻ്റെ 23-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ പറയുകയാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശ്വസിച്ച് ഏറ്റെടുക്കുക. വിശ്വസിച്ച് ഇന്ന് ഹൃദയത്തിൽ ഈ വചനം, തിരുവചനത്തിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾ ഏറ്റെടുക്കുക. എൻ്റെ കർത്താവ് എനിക്ക് ഒന്നിനും കുറവ് വരുത്തുകയില്ല. എന്നെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇടയനായി നയിക്കുന്ന ഒരു ദൈവം. ആടുകളെ ഇടയൻ നയിക്കുന്നത് പോലെ നയിക്കുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം, തനിക്ക് പ്രിയപ്പെട്ടവനെ എല്ലാം പുറത്തിറക്കിയിട്ട് ഇടയൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. ഇടയനും ആടും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഇടയൻ ഇതാ മുമ്പേ നടക്കുന്ന ഒരു ഇടയനുണ്ട്. എനിക്കൊന്നിനും കുറവുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പച്ചയായ പുൽമേട്ടിലേക്ക് എന്നെ നയിക്കുന്ന ദൈവം, സമൃദ്ധമായ ജലാശയം, പ്രശാന്തമായ എനിക്ക് പറ്റിയ ഇണങ്ങിയ ഇടം എനിക്ക് കാണിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മരണത്തിൻ്റെ വെല്ലുവിളികളെ ഞാൻ ഭയപ്പെടുകയില്ല. ആരൊക്കെ എനിക്കെതിരെ നിന്നാലും, എത്ര വലിയ ചക്രവാതത്തിൻ്റെ ചുഴികൾ എനിക്കായിട്ട് കെണിയൊരുക്കിയാലും, ആരൊക്കെ എന്നെ വലിച്ചതിലേക്ക് ഇടാൻ ശ്രമിച്ചാലും, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എന്നെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ബോധ്യം, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം, നിങ്ങളുടെ കണ്ണുനീർ തുള്ളികൾക്ക് വില കൽപ്പിക്കുന്ന ഒരു ദൈവം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരമരുളുന്ന ഒരു ദൈവം, വിശ്വസിച്ചാൽ മറുപടി തരുന്ന, പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. അത്ഭുതങ്ങളുടെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സമാശ്വാസത്തിൻ്റെ വചനങ്ങളെ ഞങ്ങളിതാ ഏറ്റെടുക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിച്ച ഈ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ ഈ കേട്ട വചനമെല്ലാം ഞങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. പരിശുദ്ധാമ്മേ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.